മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 70,62,000 രൂപ കൂടി അനുവദിച്ചു. പാലിയേറ്റീവ് കെയർ, ഓങ്കോളജി, ENT വിഭാഗങ്ങളിൽ ആധുനിക സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് MLA അറിയിച്ചു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 70,62,000 രൂപ കൂടി അനുവദിച്ചതായി മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. പാലിയേറ്റീവ് കെയർ, ഓങ്കോളജി, ENT വിഭാഗങ്ങളിലാണ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. പദ്ധതിയുടെ ഭാഗമായി പാലിയേറ്റീവ് ട്രെയിനിംഗ് ഹാൾ നവീകരിക്കും. ഹാളിൽ ഓഡിയോ വിഷ്വൽ സൗകര്യവും ഏർപ്പെടുത്തും. പ്രൊജക്ടർ, മൈക്രോഫോൺ, സ്പീക്കർ, സ്റ്റേജ് സ്ക്രീൻ എന്നിവ സ്ഥാപിക്കും. ഓൺലൈൻ ആശയവിനിമയത്തിനും ഹാൾ ഭാവിയിൽ ഉപയോഗപ്രദമാക്കും. പാലിയേറ്റീവ് രോഗികളുടെ സൗകര്യത്തിനായി ഹാളിൽ ശീതീകരണ സംവിധാനവും ഏർപ്പെടുത്തും. ഓങ്കോളജി വകുപ്പിൽ ബയോസേഫ്റ്റി ക്യാബിനറ്റ് ഈ പദ്ധതിയോടൊപ്പം തന്നെ സ്ഥാപിക്കും. ലബോറട്ടറിയിൽ അപകടകരമായ ജൈവവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സുരക്ഷാ ഉപകരണമാണിത്. ജീവനക്കാർക്കും രോഗികൾക്കും സംരക്ഷണം നൽകുന്ന ഉപകരണമായി ബയോസേഫ്റ്റി ക്യാബിനറ്റ് പ്രവർത്തിക്കും. ENT വിഭാഗത്തിൽ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് സ്ഥാപിക്കും. ശസ്ത്രക്രിയകളിൽ അതിസൂക്ഷ്മമായ ഭാഗങ്ങൾ വലുതായി കാണാനും കൃത്യതയോടെ പരിശോധിക്കാനും ഉപയോഗിക്കുന്ന ഉയർന്ന നിലവാരമുള്ള ഒപ്റ്റിക്കൽ ഉപകരണമാണിത്. കണ്ണ്, തലച്ചോറ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ ശസ്ത്രക്രിയകളിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യമായി ഇത് മാറും. കോർണിയ, റെറ്റിന തുടങ്ങിയവയുടെ സൂക്ഷ്മമായ ശസ്ത്രക്രിയകൾക്കും തലച്ചോറിലെ സങ്കീർണമായ ഭാഗങ്ങൾ വ്യക്തമായി കാണുന്നതിനും ഈ ഉപകരണം പ്രയോജനകരമാണ്. രോഗികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമാണ് പദ്ധതിക്കായി MLA ഫണ്ടിൽ നിന്ന് തന്നെ തുക അനുവദിക്കുന്നതെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ കൃത്യമായ വികസന കാഴ്ചപ്പാട് മൂവാറ്റുപുഴ മണ്ഡലത്തിലുണ്ടാകും. ആധുനിക ചികിത്സാ ലോകം ഏറെ പുരോഗമിക്കുകയാണ്. രോഗികൾക്ക് സഹായകരമാകുന്ന ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുടെ ചികിത്സയ്ക്കായി കൂടുതൽ സൗകര്യങ്ങളുള്ള ആധുനിക ഉപകരണങ്ങൾ സർക്കാർ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കുക എന്നതാണ് പ്രഥമ പരിഗണനയെന്ന് MLA പറഞ്ഞു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.